ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീസ് പെർഫെക്റ്റ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അത് പ്രത്യേകം ഒരു കളറായിരിക്കും. അത് കാരണം മഞ്ഞൾപ്പൊടിയിലല്ല കളർ ചേർത്തിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടെത്തി. ഈ മഞ്ഞൾ കൃഷി ചെയ്ത് അവർ കഴുകി ഉണക്കിയെടുക്കുമ്പോൾ ഈ കളറ് കിട്ടാൻ വേണ്ടി അതിലെന്തോ മായം ചേർക്കുന്നതാണെന്ന് ഞാൻ കണ്ടെത്തി. ആ മഞ്ഞൾ കഴുകാതെ പൊടിച്ച് വരുമ്പോഴാണ് പ്രത്യേകമായിട്ടൊരു വെള്ളറിയ കളറും മായവും കണ്ടെത്തുന്നത്. ഇതിൻ്റെ അവസാനം വരെ കണ്ടാൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്തതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. നമ്മൾ മഞ്ഞളെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമാണ് നല്ല മഞ്ഞ കളറ്, പുറത്ത് മഞ്ഞ കാണത്തില്ല. കടയിൽ നിന്ന് 1 കിലോ മഞ്ഞ വാങ്ങി പൊടിക്കാൻ പോയപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. ഒരു തുണി കൊണ്ട് തുടച്ച് നോക്കിയപ്പോൾ അതിൽ നല്ല കളറുണ്ട്. അങ്ങനെ ഞാൻ അത് 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകി നോക്കിയപ്പോൾ നല്ല കളർ ഇറങ്ങുന്നുണ്ട്. തുണി മുക്കി നോക്കിയപ്പോൾ തുണിയിലും കളർ പിടിക്കുന്നുണ്ട്. അത് ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അവസാനം. അങ്ങനെ ഞാനത് കഴുകി ഇതിന് ശേഷം നന്നായിട്ട് വെയിലത്തിട്ട്, നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ കഴുകിയത്. കഴുകി വെയിലത്തിട്ട് ഞാൻ നന്നായിട്ട് ഉണക്കിയപ്പോൾ കളർ കണ്ടോ. ഇത് കഴുകാത്തത്, മുകളിൽ കാണുന്നത് കഴുകാത്തതാണ്. താഴെ കാണുന്നത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി നന്നായിട്ട് ഉണക്കിയതാണ്. എന്നിട്ടോ ഈ നല്ല ഉണക്കി 2-3 പ്രാവശ്യം വച്ച് കഴുകി ഉടനെ ഞാൻ ഉണക്കിയിട്ടും നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചപ്പോഴേ നല്ല കളർ, ഓറഞ്ച് കളറിൽ. ഇതാണ് നന്നായിട്ട് കഴുകി ഉണക്കിയ മഞ്ഞൾപ്പൊടിക്ക് ഒരു തരം നല്ല കളറായിരിക്കും. എന്നാൽ മായം ചേർത്ത മഞ്ഞൾ കഴുകാതെ ഉണക്കുന്ന കളറിൽ പ്രത്യേക ഒരു തരം കളറായിരിക്കും. അത് ഞാൻ മനസ്സിലാക്കി. കടയിൽ നിന്ന് 1 കവറ് മഞ്ഞൾ വാങ്ങിച്ചത് ഞാൻ പൊട്ടിച്ച് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ നന്നായിട്ട് കഴുകി പൊടിച്ച കളർ വെച്ച് നോക്കിയപ്പോൾ രണ്ടും പ്രത്യേകം ഒരു കളറാണ്. കാരണം ഈ മഞ്ഞളിൻ്റെ പുറത്തുള്ള കളറല്ല, അത് അകത്തുള്ള കളറാണ് നല്ല കളറായിട്ട് വരുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച മഞ്ഞളിൽ കുർക്കുമിൻ ഉണ്ട്. അത് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അതാണ് ക്യാൻസറിനെല്ലാം പ്രതിരോധിക്കുന്ന നല്ല ഔഷധ മഞ്ഞളെന്ന് പറയുന്നത്. എന്നാൽ ഈ മഞ്ഞൾ കഴുകാതെ നമ്മൾ പൊടിക്കുമ്പോൾ ഇതിൽ അപകടകാരിയായ കളർ ചേർത്ത് വരുന്നതാണ്. അത് കച്ചവടക്കാർ അവർക്ക് ലാഭം